ബോൾബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ ഗെയിമിലോട്ട് വരാം. ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇന്നലത്തെ ഗെയിം കൂടുതലും കൈവരിച്ചതും കൺട്രോൾ ചെയ്തതും പാസ് ഹോൾഡ് ചെയ്തതും ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തതും എല്ലാം ബാഴ്സലോണയായിരുന്നു. കാരണം ബാഴ്സലോണ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇന്നലത്തെ ആ ഗെയിം കൊണ്ടുപോയത്. അതിനുള്ള റിസൾട്ട് അവർക്ക് അതിൻ്റെ അവസാനം കിട്ടിയിട്ടുണ്ട്. സ്കോർ കാർഡ് ഇന്നലത്തെ 4-2 പിന്നെ എനിക്ക് പറയാനുള്ളത്, ബാഴ്സലോണയുടെ തലവരെ മാറ്റിയ ഒരു ആശാനുണ്ട്, അവരുടെ ജർമ്മൻ ആശാൻ ഹാൻസി ഫ്ലിക്ക്. ആ പുള്ളിയുടെ വരവോടുകൂടിയാണ് ബാഴ്സലോണ എന്ന ടീം തന്നെ മാറിയിട്ടുണ്ട്. എനിക്കൊരു പഴയ കാലത്തെ ആ ബാഴ്സേനെ കാണുന്ന 2015 വീണ്ടും ആ ഒരു ബാഴ്സയിലോട്ട് ഹാൻസി ഫ്ലിക്ക് എത്തിക്കട്ടെ. പിന്നെ ഹാൻസി ഫ്ലിക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ പുള്ളിയുടെ കളിശൈലിയാണ്. പുള്ളി ഇന്നലെ ഇറക്കിയ കളിശൈലി 4-2-3-1 അത്യാവശ്യം നല്ലൊരു ഫോർമേഷനാണ് പുള്ളി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. പിന്നെ ആ പൊസിഷനിൽ കളിച്ച എല്ലാ പ്ലേയേഴ്സും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ബാഴ്സലോണ ഫാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള ഫാൻസ് ബാഴ്സലോണയുടെ ആയിരിക്കും. കാരണം അവരുടെ മുമ്പ് ഇപ്പം 3 ടൈറ്റിൽസാണ് ഉള്ളത്. യുഎഫ ചാമ്പ്യൻസ് ലീഗ്, കോപ്പ ഡെൽ റേ, ലാ ലീഗ. ഇത് 3 അടിച്ച് അവർ ട്രിപ്പിളാകും. പിന്നെ അവർ ഓൾറെഡി ഒരു കപ്പ് അടിച്ചിരിക്കുകയാണ്, സൂപ്പർ കപ്പ്. അത് റയൽ മാഡ്രിഡിനെ അതിഗംഭീരമായി മറികടന്നാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ബാഴ്സലോണയുടെ ഇപ്പം പോയിൻ്റ് ടേബിൾ എന്ന് പറയുന്നത് 60 ഇപ്പം റയൽ മാഡ്രിഡും 60, അത്ലറ്റിക്കോ മാഡ്രിഡ് 54. ആ ഒരു ഘട്ടത്തിലാണ് പോകുന്നത്. ഇപ്പം 1 ടൈറ്റിൽ കോമ്പറ്റീഷൻ ലാ ലീഗ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരടിക്കും എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇനി ഡയറക്റ്റ് ഗെയിമിലോട്ട് വരാം. ബാഴ്സലോണയെക്കുറിച്ച് ആദ്യം പറയേണ്ട ഒരു പ്ലെയറാണ് ഫെറാൻ ടോറസ്. പുള്ളി അത്യാവശ്യം നല്ല രീതി ആ ഗെയിം കൊണ്ടുപോയിട്ടുണ്ട്. ഒരു സൂപ്പർ സബ്ബായിരുന്നു. ഒരു അംഗീകരിച്ചൊരു പുരസ്കാരം പുള്ളിക്ക് നേടി. പുള്ളി 70ാമത്തെ മിനിറ്റ് ആ സബ്ബായിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ബാഴ്സലോണ എന്ന ടീമിന് വീണ്ടും ഒരു സ്ട്രെങ്ത് ആയതും വീണ്ടും ഒരു അറ്റാക്കിങ്ങിലോട്ട് പോയതും വീണ്ടും ആ 3 ഗോൾ വരാനുള്ള ഒരു കാരണം. പുള്ളിയുടെ അതിമനോഹരമായ ഒരു ഗോൾ ഉണ്ടായിരുന്നു, ഒരു ഹെഡ് ഗോൾ. അതും കൂടാതെ വേറൊരു ഗോൾ ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഹെഡ് ഗോളായിരുന്നു. അത് ക്വാളിറ്റി ഉള്ളൊരു ഗോളായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓപ്പൺ സ്പേസിലോട്ട് പുള്ളി ആ ഹെഡ് ചെയ്ത് ഗോൾ കയറ്റുന്നുണ്ട്. പക്ഷേ മറ്റേ അത്ലറ്റിക്കോ ഒബ്ലാക്കിന് അത് പിടിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലായിരുന്നു ആ ഗോൾ കയറിയത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യമാലിനെ കുറിച്ചാണ്. ആ 17 വയസ്സുള്ള ആ വാണ്ടർ ബോയ് അത്യാവശ്യം പുള്ളി കാഴ്ചവെക്കുന്ന ഒരു പെർഫോമൻസ് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഭയങ്കര ഒരു അസറ്റാണ്. കാരണം പുള്ളി നല്ല രീതിയിലാണ് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തത്. പുള്ളിയുടെ ഗെയിം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പുള്ളിയും നല്ല ട്രിബിളറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പന്ത് ഹോൾഡ് ചെയ്ത് 2-3 ആൾക്കാരെ കട്ട് ചെയ്ത് അത്യാവശ്യം ഒരു പാസ് കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. പിന്നെ അവസരം കിട്ടിയ അത്യാവശ്യം നല്ല രീതിയിൽ പോസ്റ്റിലോട്ടും വെക്കും. നല്ല രീതിയിലുള്ള കെയറിങ് ഷോട്ട് ആണ് കേട്ടോ യമാലിൻ്റെ. ലാമിൻ അതും 16 വയസ്സുള്ളപ്പോഴാണ് കേട്ടോ. ഇപ്പം പുള്ളിക്ക് 17 വയസ്സായി. നമുക്ക് കളിയിലോട്ട് വരാം. മാറിപ്പോകുന്നു. പുള്ളിയുടെ ഇന്നലത്തെ കളിശൈലി അത്യാവശ്യം നല്ല രീതിയായിരുന്നു. പുള്ളി കുറേ ബാക്കിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു ഇന്നലത്തെ കളി. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് മാർട്ടിനസിനെ കുറിച്ചാണ്. ബാഴ്സലോണയുടെ സെൻട്രൽ ബാക്കും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. പുള്ളി നല്ല രീതിയിൽ ക്ലിയറൻസ് ചെയ്തു. അത്യാവശ്യം 2-3 ടാക്കിൾ ഉണ്ടായിരുന്നു. പുള്ളി കയറി ഇറങ്ങിയൊക്കെ അത്യാവശ്യം കളിച്ചു. പിന്നെ ഇന്നലത്തെ ഒരു ഗോൾ വരാൻ തന്നെ പുള്ളിയാണ്. പുള്ളിക്ക് ഒരു അസിസ്റ്റ് ഉണ്ട്, അത് ലെവൻഡോസ്കിക്കാണ്. ഇന്നലത്തെ ആ ഗോൾ വരാൻ കാരണം തന്നെ പുള്ളി കയറിപ്പോയി 2 ആൾക്കാരെ കട്ട് ചെയ്ത് ലെവൻഡോസ്കി പാസ് പുഷ് ചെയ്യുവാണ്. ലെവൻഡോസ്കി അത് ചെസ്റ്റ് ട്രാപ്പ് ചെയ്ത് പുള്ളി ആ ഓപ്പൺ സ്പേസ് ഇട്ട് കറക്റ്റ് ചെയ്ത് ഗോൾ ലെവൻഡോസ്കി ആക്കുന്നുണ്ട്. ലെവൻഡോസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെവൻഡോസ്കി ആ ഗോള് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗോളായിട്ട് എനിക്ക് കണ്ടു. പക്ഷേ വേറെ 2-3 ഷോട്ടുകളെല്ലാം പാഴായിട്ട് മേളിലോട്ട് അടിച്ച് കളഞ്ഞു കേട്ടോ. അതാണ് പുള്ളി കണ്ട എനിക്കൊരു നെഗറ്റീവ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സെൻട്രൽ മിഡ്ഫീൽഡർ പെഡ്രി അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പെഡ്രിക്കും ഗോൾ വന്നിട്ടുണ്ട് വേൾഡ് കപ്പ് ക്വാളിഫൈ മാച്ചിലോട്ടുള്ള. പുള്ളി ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ത്രൂ കളികളാണ് പുള്ളിയുടെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ത്രൂ ആണ് പുള്ളി കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ത്രോകളാണ്. ഇന്നലെ ഒരു യമാലിൻ്റെ ഗോൾ വരാൻ തന്നെ പുള്ളിയാണ് കാരണം. നല്ലൊരു അസിസ്റ്റായിരുന്നു പുള്ളിയുടെ. പിന്നെ ഇന്നലത്തെ കളിയെ കുറിച്ച് പറഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് മൊത്തം 3 മഞ്ഞക്കാർഡ് കിട്ടി. കുണ്ടയ്ക്ക്, ബാൾഡിക്ക്, റാഫിനയ്ക്ക് 2 ഫൗള്, പിന്നെ ആർഗ്യുമെൻറ്റാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് മറിച്ച് ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിലോട്ട് വരുവാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ജൂലിയൻ ആൽവാരസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്ലെയറാണ്. നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് പുള്ളി ഇന്നലെയും കാഴ്ചവെച്ചത്. ഒരു ഗോളൊക്കെ അടിച്ചു. അത്യാവശ്യം ഹൈ റേറ്റിംഗ് പ്ലെയർ. ഗ്രീസ്മാനിലോട്ട് വരുവാണെങ്കിലും ഗ്രീസ്മാനും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. പുള്ളിയുടെ കളി കളിക്കുന്നുണ്ട്. അത്യാവശ്യം പുള്ളി എല്ലാ പ്ലേയേഴ്സിനെയും കളിപ്പിക്കുന്നുണ്ട്. പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഗോൾ വരാൻ തന്നെ കാരണം ഗ്രീസ്മാനാണ്. ഗ്രീസ്മാൻ്റെ ഒരു ക്രോസിലൂടെ
സിമിയോണി കറക്റ്റ് രീതിയിലുള്ളൊരു അസിസ്റ്റ് കൊടുത്താണ് വോൾവേഴ്സ് ഗോൾ അടിക്കുന്നത്. പിന്നെ സിമിയോണി അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. ഇന്നലത്തെ നല്ല സ്പീഡ് റണ്ണൊക്കെ ആ വിങ്ങിലൂടെ കണ്ടായിരുന്നു ഞാൻ. അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. സിമിയോണിയും വിങ്ങും അത്യാവശ്യം ബാക്കിലോട്ട് ഇറങ്ങിയും കയറി എല്ലാം നല്ല രീതിയിൽ കളിച്ചായിരുന്നു. പിന്നെ എനിക്കിന്നലെ ഒരു വീക്കായിട്ട് തോന്നിയത് അത്ലറ്റിക്കോ നോർമാൻഡിനെ കുറിച്ചാണ്. നോർമാൻഡിൻ്റെ സെൻട്രൽ ബാക്ക് പൊസിഷൻ അത്യാവശ്യം നല്ല രീതിയിൽ വീക്കായിരുന്നു. ആ വിങ്ങിലൂടെ നല്ല രീതിയിൽ പാസ് പൊട്ടുകയും കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു. പിന്നെ ഒരു ഡിഫ്ലക്ഷൻ കോളും മണ്ടാവയുടെ അതിലും ഉണ്ടായിരുന്നു. പിന്നെ മണ്ടാവയ്ക്ക് ഇന്നലെ ഒരു മഞ്ഞക്കാടും കിട്ടിയായിരുന്നു. പിന്നെ അത്ലറ്റിക്കോമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വീണ്ടും തോൽവിയിൽ നിന്നും അടുത്ത തോൽവിയിലോട്ട്, അതും മെട്രോപ്പൊളിയൻ അവർ ആരാധകരുടെ മുമ്പിൽ വെച്ച്, അത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യങ്ങളാണ്. അത്ലറ്റിക്കോമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. അവർക്കിനി ആകെയുള്ളൊരു പ്രതീക്ഷ ലാ ലീഗയാണ്. പിന്നെ ഒരു കോപ്പ ഡെൽ റേ ഉണ്ട്, അതും ഇനി വീണ്ടും അതും ബാഴ്സലോണയായിട്ട് തന്നെയാണ്. പിന്നെ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് ഇന്നലത്തെ കളിയെക്കുറിച്ച് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങൾ അഭിപ്രായം ചെയ്യുക. പിന്നെ വീഡിയോകൾ എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അടുത്ത വീഡിയോകൾ അത് ഇമ്പ്രൂവ് ആയിരിക്കും. പിന്നെ താങ്ക് യു, അത്രേ ഉള്ളൂ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.